എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി ഈ കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊന്ന് തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ തൊട്ടാവാടി ചെടിയുടെ പൂവ് ഫയലായി സ്വീകരിച്ച വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം. ആ വ്യക്തി നിങ്ങളോട് ഈ കാര്യം പറയാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ തുറന്ന് പറയുന്നതിന് ആ വ്യക്തിക്ക് ധൈര്യം വരുന്നില്ല, അല്ലെങ്കിൽ മനസ്സ് വരുന്നില്ല. അതിനുള്ള സമയമായോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്നു. നിങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ വല്ലാതെ ഉണ്ട്. നിങ്ങളെന്ന വ്യക്തിയെ ആ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾ മറ്റാരുമായി സംസാരിക്കുന്നതോ മറ്റാരുമായി മിങ്കിൾ ചെയ്യുന്നതോ ഒന്നും ആ വ്യക്തിക്ക് അത്ര പറ്റുന്നില്ല. ആ വ്യക്തിക്ക് എപ്പോഴും നിങ്ങൾ ആ വ്യക്തിയുടേത് മാത്രമാകണമെന്ന് ആഗ്രഹിക്കുന്നു. അറിയാതെ പോലും മറ്റാരും നിങ്ങൾ ആഗ്രഹിക്കുന്നതോ നിങ്ങൾ മറ്റാരുമായി ഒരു പരിധിയിൽ കൂടുതൽ ഇടപഴകുന്നതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. വളരെ പെട്ടെന്ന് പിണങ്ങുകയും വളരെ പെട്ടെന്ന് പിണക്കം മാറുകയും ചെയ്യുന്ന ഒരു സ്വഭാവ സവിശേഷത ഉള്ള വ്യക്തിയാണ്. നിങ്ങളാണ് ആ വ്യക്തിയുടെ ലോകം. നിങ്ങളെ വിട്ടിട്ട് ഒരു ലോകത്തെക്കുറിച്ച് ആ വ്യക്തി യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നില്ല. ആ വ്യക്തിയുടെ കഴിവും ആ വ്യക്തിയുടെ അഭിരുചിയും ആ വ്യക്തിയുടെ വിദ്യാഭ്യാസമൊന്നും യഥാർത്ഥത്തിൽ ആ വ്യക്തി ഉപയോഗിക്കുന്നില്ല. കേവലം നിങ്ങളിൽ ഒതുങ്ങാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ലോകം മുഴുവൻ ആ വ്യക്തിയുടെ ലോകം എന്ന് പറയുന്നത് നിങ്ങളായി മാറുകയാണ്. ചെറിയ കാര്യങ്ങളിൽ പിണങ്ങുകയും ചെറിയ കാര്യങ്ങളിൽ വഴക്കടിക്കുകയൊക്കെ ചെയ്യുന്ന സ്വഭാവമുണ്ട്. ഉള്ളിൽ സ്നേഹമുണ്ട്. പക്ഷെ സ്നേഹം എപ്പോഴും പരിഭവങ്ങളായിട്ട് ആണ് ആ വ്യക്തി പ്രകടിപ്പിക്കുന്നത്. പരാതികളുടെ ഒരു വലിയ ഘോഷയാത്ര തന്നെ ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. പലതും പക്ഷേ ആ വ്യക്തി പറയുന്നില്ല. ഇപ്പോൾ ഞാനൊരു സ്ഥിരം പരാതിക്കാരനോ പരാതിക്കാരിയാണെന്നുള്ള ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകുമോ എന്ന് ഭയന്നിട്ട് ആ വ്യക്തി നിങ്ങളോട് പറയാനുള്ള കാര്യം പോലും പറയുന്നില്ല. നിങ്ങളോട് വളഞ്ഞും പുളഞ്ഞും വേറെ രീതിയിലൊക്കെ മാറ്റി മാറ്റി സംസാരിച്ചും നിങ്ങളോട് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം ആ വ്യക്തി പുറത്താക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് വരെയും ആ വ്യക്തിയുടെ മനസ്സിലുള്ള ഒരാഗ്രഹം നിങ്ങളോട് തുറന്നു പറയാൻ കഴിഞ്ഞിട്ടില്ല. ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ വന്നാലും നിങ്ങളെ വിഷമിപ്പിക്കാൻ ആ വ്യക്തി ഒട്ടും ആഗ്രഹിക്കുന്നില്ല. കുറേ പരിഭവങ്ങളും പിണക്കങ്ങളും നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ പരാതി പറയുന്ന ആളായിട്ടാണോ നിങ്ങളുള്ളത് എന്നുള്ളത് ആ വ്യക്തിയോട് നിങ്ങൾ ഒരു പക്ഷെ പറഞ്ഞു കാണും. അതുകൊണ്ടാണോ എന്നറിയില്ല. ഇപ്പോൾ ഉള്ളിൽ പറയേണ്ടത് പോലും പറയാതെ ആ വ്യക്തി മാറ്റിവെക്കുകയാണ് ബോധപൂർവം. അങ്ങനെ പരാതി കൂടുതൽ പറയുമ്പോൾ നിങ്ങൾ പിണങ്ങിപ്പോകുമോ എന്നുള്ളൊരു ഭയം ആ വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി പലതും മറച്ച് വെക്കുന്നുണ്ട്. മാത്രമല്ല, ചില ആളുകൾ നിങ്ങൾക്കും ആ വ്യക്തിക്കിടയിൽ നിന്നുകൊണ്ട് ആ വ്യക്തിയുടെ കുറ്റം നിങ്ങളോട് പറയുകയും ആ വ്യക്തി ഒരു സ്ഥിരം ശല്യക്കാരനോ ശല്യക്കാരിയോ ഒക്കെയാണ് എന്നുള്ള രീതിയിൽ, ഒന്നിലും സംതൃപ്തി കിട്ടാത്ത ആളാണെന്നുള്ള രീതിയിലൊക്കെ വരുത്തി തീർക്കത്ത് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെ മാധുര്യത്തെ കുറയ്ക്കാനായിട്ട് ചില ശ്രമങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ആ കോമൺ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണം. ഇപ്പോൾ അതിലാണ് ആ വ്യക്തി തന്ത്രപൂർവ്വം നിൽക്കുന്നത്. തന്ത്രപൂർവ്വം എന്നല്ല പറയുന്നത്, ബോധപൂർവം എന്ന് തന്നെ പറയാം. അതിൽ തന്ത്രമൊന്നുമില്ല. നിങ്ങളൊട്ടും പോകാൻ പാടില്ല. പക്ഷേ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനൊക്കെ ഉണ്ടായി കാണും. നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ തുടരെ പിണക്കം ഉണ്ടായി, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടായി, പ്രശ്നങ്ങൾ അങ്ങനെ പോയി. അതായത് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടായി. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു ഭയത്തിലാണ് ആ വ്യക്തി. അങ്ങനെ നഷ്ടപ്പെടാൻ ആ വ്യക്തിക്ക് ഇഷ്ടമില്ല. നിങ്ങളെ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ആ വ്യക്തിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ആ വ്യക്തിയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നിങ്ങളെ വേണം. നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങളുമായി ഒരുമിച്ച് ചേർന്ന് ജീവിച്ചു പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അല്ലാതെ ആ വ്യക്തിക്കൊരു സ്വപ്നമില്ല. നിങ്ങളില്ലാതെ എന്തൊക്കെ നേടിയാലും അതെല്ലാം നിഷ്പ്രഭമാണ്, അല്ലെങ്കിൽ അതൊന്നും സംതൃപ്തി അല്പം പോലും നൽകുന്നതല്ല എന്ന് ആ വ്യക്തിക്ക് മനസ്സിലായിരിക്കുന്നു. ആ വ്യക്തി രാത്രികളിൽ നിങ്ങളുടെ ചിന്ത ഒരുപാട് വരുന്നുണ്ട് ആ വ്യക്തിയുടെ മനസ്സിലേക്ക്. രാത്രിയിൽ കണ്ണടച്ചാൽ നിങ്ങളാണ് മനസ്സിൽ തെളിയുന്നത്.
അപ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ അത് മനസ്സിലാവില്ല. ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം. പക്ഷെ അങ്ങനെയല്ല, ആ വ്യക്തി ഭയപ്പെടുന്നുണ്ട് ചില കാര്യങ്ങൾ തുറന്നു പറയാൻ. ആദ്യം കൂടുതൽ കൂടുതൽ പരാതികൾ പോലെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്കത് ഇഷ്ടമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ പോലും പറയാനായിട്ട് ആ വ്യക്തിക്ക് മടിയുണ്ടാകുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ആ വ്യക്തി ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി വളരെ സൂക്ഷിച്ചാണ് സംസാരിക്കുന്നത്. കൂടുതലായിട്ടൊന്നും ആ വ്യക്തി പറയുന്നില്ല, ആ വ്യക്തിക്ക് പറയാൻ കഴിയുന്നില്ല. കാരണം അങ്ങനെ ഒരു ഭയമുണ്ട്, നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ പിണങ്ങുമോ, നിങ്ങൾക്ക് പിണക്കം ഉണ്ടാകുമോ, നിങ്ങൾക്ക് മുമ്പുണ്ടായ പോലെ വഴക്കുണ്ടാകുമോ, നിങ്ങൾക്കും ആ വ്യക്തിക്കും ഇടയിൽ ആ വ്യക്തി ഇഷ്ടമില്ലാത്ത ആളുകൾ നിങ്ങളോട് പലതും പറഞ്ഞു കൊടുത്ത് പ്രതിസന്ധികൾ സൃഷ്ടിക്കുമോ എന്നുള്ള സംശയങ്ങളും ഭയവും ഒക്കെ ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു പല കാര്യങ്ങളും ഇപ്പോൾ പറയുന്നില്ല, ഒന്നും പറയുന്നില്ല, ഞാനൊന്നും അവകാശപ്പെടുന്നില്ല എന്നുള്ള രീതിയിലാണ്. നിങ്ങളുടെ പല പ്രവൃത്തികളും ആ വ്യക്തിക്ക് വിയോജിപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചില ആളുകളായിട്ട് സംസാരിക്കുന്നത്, ചില ആളുകളുടെ വാക്കുകൾ നിങ്ങൾ അതേപടി അനുസരിക്കാൻ ശ്രമിക്കുന്നത്, അതുമായിട്ട് ആ വ്യക്തിയോട് തർക്കിക്കുന്നത്, അതിലൊക്കെ ആ വ്യക്തിക്ക് ഇഷ്ടക്കുറവുണ്ട്. മുമ്പ് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് വിയോജിപ്പുകളുണ്ടായി, പക്ഷെ ഇപ്പോൾ അത് ശ്രമിക്കുന്നില്ല. പക്ഷേ വളരെ ആഴത്തിലുള്ള സ്നേഹമാണ് ആ വ്യക്തിക്കുള്ളത്, വളരെ ആഴത്തിലുള്ള സൗഹൃദമുണ്ട് നിങ്ങളോട്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഗമാകാനാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ വേറെ ആരും വരരുത്, ആ വ്യക്തി കൃത്യമായിട്ട് ആഗ്രഹിക്കുന്നതാണ്. ആ വ്യക്തിക്കല്ലാതെ നിങ്ങളുടെ ഹൃദയത്തിൽ, പക്ഷെ അങ്ങനെയില്ല. നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിയോട് വലിയ ഇഷ്ടമാണ്, ആഴത്തിലുള്ള ഒരു സ്നേഹമാണ്. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചു വരാനും കഴിയും. ആ കാര്യത്തിലൊന്നും സംശയമില്ല. നല്ല സ്നേഹം നിങ്ങൾ തമ്മിലുണ്ട്. ചെറിയ വഴക്കും പിണക്കങ്ങളുടെ അപ്പുറത്തേക്ക് മികച്ച സ്നേഹമാണ് നിങ്ങൾക്കുള്ളത്. മാത്രമല്ല ആ വ്യക്തി വലിയ ആത്മവിശ്വാസമുണ്ട്, ആ വ്യക്തിക്ക് ഒരു ലക്ഷ്യമുണ്ട്. വിശ്രമമില്ലാതെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ ആ വ്യക്തി ശ്രമിക്കുന്നത്. നിങ്ങൾ കൂടി നേട്ടം ഉണ്ടാകുന്ന ആ വ്യക്തി ഒറ്റക്കല്ല, വെല്ലുവിളികൾ നിറഞ്ഞൊരു ലോകത്തിലൂടെ കടന്നാണ് ആ വ്യക്തി പോകുന്നത്. ആ ലോകത്ത് കടന്നു പോയിട്ട് ഒരു സമയം പോലും പാഴാക്കാതെ മുന്നോട്ട് പോയി ജീവിതത്തിൽ എന്താണ് ലക്ഷ്യം വെച്ചേക്കണം അത് നേടാനാണ് ആ വ്യക്തിയുടെ ആഗ്രഹം. അതിൽ നിങ്ങളും ഉണ്ടാവണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കണം. അതുകൊണ്ട് പലപ്പോഴും ആ വ്യക്തി ധൃതി കാണിക്കുന്നത് കാണാം ഓരോ കാര്യത്തിനും. നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തുക, എന്താണ് ഇത്ര ധൃതി എന്ന് ഒരുപക്ഷെ നിങ്ങൾ തന്നെ ചോദിച്ചേക്കാം. പക്ഷേ ആ വ്യക്തി ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് വേഗതയിൽ പോയി നിങ്ങളുടെ ജീവിതം സേഫാകുന്നതാണ്. നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം സേഫാക്കാനുള്ള പ്രവർത്തനങ്ങളാണ്. അതിൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നേണ്ട കാര്യമില്ല. ആ വ്യക്തിക്ക് ഉറക്കമില്ലാത്ത രാത്രികളുണ്ട്, നിങ്ങളോട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ച്. നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞിട്ടും ആ വ്യക്തി ആ രാത്രിയിൽ വളരെ ചിന്തയിൽ അകപ്പെട്ട് കഴിയുന്നുണ്ട്. ഒരുപാട് പ്രതിസന്ധികൾ ആ വ്യക്തിയെ തരണം ചെയ്യുന്നുണ്ട്. ഉറക്കമില്ലാത്ത രാത്രികളുണ്ടാവുന്നു, പരിധിയില്ലാത്ത ചിന്തകളുണ്ടാവുന്നു. നിങ്ങളോടൊക്കെ തുറന്നു പറഞ്ഞെങ്കിൽ മാറുമായിരുന്നു, പക്ഷെ കഴിയുന്നില്ല. അതിന് നിങ്ങൾ കുറച്ച് ശ്രമിക്കണം. ആ വ്യക്തിയുടെ മനസ്സിലെപ്പോഴും ഈ പറയാതിരിക്കുന്നത് പോലും നിങ്ങളെ മടുപ്പിക്കണ്ട, നിങ്ങളതിൻ്റെ ഒരു ഇത് മനസ്സിലാക്കിയില്ലെങ്കിലോ എന്നോ ആലോചിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമവും ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ മനസ്സിലുണ്ടെങ്കിലും ആ വ്യക്തി സ്വപ്നം കാണുന്നത് നിങ്ങളുമായിട്ട്, ഇഷ്ടപ്പെടുന്നവരുമായിട്ട് ഉള്ളൊരു എൻഗേജ്മെൻറ്റാണ്, ഒരു സമാധാനമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ വരികയാണ്. വിവാഹം, കുട്ടിയുണ്ടാകുക, വിവാഹ നിശ്ചയം, അങ്ങനെയുള്ള സന്തോഷങ്ങളാണ് ഇനി വരാനുള്ളത്. ആ സന്തോഷങ്ങൾക്ക് വേണ്ടിയാണ് ആ വ്യക്തി എല്ലാം സഹിക്കുന്നത്. പല ആളുകളോടും പല മറുപടികൾ പറയാനുണ്ട്, പല കാര്യങ്ങൾ പറയാനുണ്ട്. ഇതെല്ലാം ആ വ്യക്തി സഹിക്കുന്നത് ജീവിതത്തിലൊരു സന്തോഷം വരാൻ വേണ്ടിയിട്ടാണ്. ആ സന്തോഷത്തിന് വേണ്ടിയാണ് ആ വ്യക്തി കാത്തിരിക്കുന്നതും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോകാനും സന്തോഷത്തോടെ ജീവിതം നയിക്കുവാനാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത്. എല്ലാ പ്രതീക്ഷകളും ആ വ്യക്തിയുടെ അതിനു വേണ്ടിയാണ്. ഒരുമിച്ചുള്ള ഒരു സന്തോഷകരമായ ജീവിതം, അതിനുവേണ്ടിയാണ് ആ വ്യക്തി എല്ലാം കടിച്ച് സഹിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു മാറ്റം, നിങ്ങളല്ലാത്ത ഈ ആ വ്യക്തിയുടെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രസക്തിയുള്ള ചില ആളുകൾ, അടുത്തുള്ള ആളുകൾ, അവരുടെ പെരുമാറ്റം എല്ലാം സഹിച്ചു നിൽക്കുന്നത് സന്തോഷം ഉണ്ടാകാനായിട്ടാണ്. ഒന്ന് തുളുമ്പിപ്പോയാൽ കുടുംബജീവിതമാണ്, വ്യക്തി ജീവിതമാണ്, പ്രണയ ജീവിതമാണ്, അതിൽ തകർച്ചയുണ്ടാവും. അതെല്ലാം സഹിക്കുകയാണ്.
എല്ലാം സഹിച്ചുകൊണ്ട് എല്ലാം ഈശ്വരന് അർപ്പിച്ചുകൊണ്ട് നല്ലൊരു ജീവിതത്തിന് വേണ്ടിയാണ് ആ വ്യക്തി കാത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ആ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾക്ക് ആ വ്യക്തിയോട് ചോദിക്കാം, എന്തുണ്ടെങ്കിലും എന്നോട് ധൈര്യമായി പറഞ്ഞോളൂ, മനസ്സിലെന്താണ് വിഷമം എന്ന് നിങ്ങൾക്ക് തുറന്ന് ചോദിക്കാം. അപ്പോൾ ആ വ്യക്തി കുറേശ്ശായിട്ട് ഒരുപക്ഷെ പറഞ്ഞേക്കാം, അല്ലെങ്കിൽ പറയാനുള്ള ധൈര്യം കിട്ടിയേക്കാം. ഏതായാലും സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സ്നേഹിക്കുന്നു. ഒരുപാട് വെല്ലുവിളികൾക്കിടയിൽ ജീവിച്ച രണ്ടുപേരാണ് നിങ്ങൾ. ഈ തൊട്ടാവാടി ചെടിയുടെ മുള്ളുകൾ നിറഞ്ഞ ആ ചെടിയിൽ നിന്നാണ് ആ മനോഹരമായ പൂ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞ പോലെ ആ രണ്ട് പുഷ്പങ്ങളും നിങ്ങൾ തമ്മിലുള്ള ജീവിതത്തിലെ ആ ഒരു ഇഴയടുപ്പമാണ് സൂചിപ്പിക്കുന്നത്. പ്രതിസന്ധികൾക്ക് നടുവിലാണെങ്കിലും നിങ്ങൾ പരസ്പരം ചിരിച്ചും പരസ്പരം മനസ്സിലാക്കിയും മുന്നോട്ട് പോകണം. അതുതന്നെയാണ് സംഭവിക്കുന്നത്. പ്രതിസന്ധികൾ നിങ്ങളെ ദേഷ്യം പിടിപ്പിച്ചേക്കാം, പ്രതിസന്ധികൾ നിങ്ങളെ വാശി പിടിപ്പിച്ചേക്കാം. പക്ഷേ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കരുത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ചും ചിന്തിക്കണം, നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ചും ചിന്തിക്കണം. അങ്ങനെ വരുമ്പോഴാണ് ജീവിതം വിജയമാവുന്നത്. നിങ്ങൾക്കതിന് കഴിയുകയും ചെയ്യും. നിങ്ങൾ പരസ്പരം മോട്ടിവേറ്റഡ് ആവണം, ഇൻസ്പയർഡ് ആവണം, നയിച്ച് മുന്നോട്ട് പോകണം. ജീവിതത്തിൽ നേട്ടങ്ങളും ഉണ്ടാവും. കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആകണം. ഈശ്വരനിലെല്ലാം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. അപ്പോൾ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിൽ താനേ വന്നുകൊള്ളും. അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശക്തിയുള്ള, ഏറ്റവും വേണ്ടത്. ആ വ്യക്തിയെ മനസ്സിലാക്കുക, ആ വ്യക്തിയുടെ ഹൃദയത്തിലെ വേദനകൾ മനസ്സിലാക്കുക. ആ വ്യക്തി മൗനം ഭജിച്ചിരിക്കുമ്പോഴും ഹൃദയത്തിലെ വേദനകൾ വിങ്ങിയായിരിക്കും ചിലപ്പോൾ ഇരിക്കുന്നത്. അത് മനസ്സിലാക്കുക. എല്ലാം നിങ്ങളുടെ തീരുമാനം തന്നെ അടിച്ചേൽപ്പിക്കരുത്. അങ്ങനെ ഉണ്ടാവില്ലെന്നറിയാമെങ്കിലും നിങ്ങളുടെ മനസ്സ് അത് മനസ്സിലാക്കണം. ആ വ്യക്തിയുടെ അവസ്ഥകൾ മനസ്സിലാക്കണം. ആ വ്യക്തിക്ക് ജീവിതത്തിൽ ഒരു ചൈതന്യത്തോടെ മുന്നോട്ട് പോകാൻ നിങ്ങളുടെ പിന്തുണ വേണം. നിങ്ങൾ സഹായിക്കണം. എങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് അങ്ങനെ പോകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അടുത്തായിട്ട് നമുക്ക് അടുത്ത ഫയൽ പ്രൊമോഗ്രാനൈറ്റ് ഫയലായി സ്വീകരിച്ച ആളുകളുടെ, മാതള നാരങ്ങ ഫയലായി തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിങ്ങാണ് നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും നമുക്കതിലേക്ക് പോകാം. ആദ്യത്തെ ഫയലുകാരിലെ വ്യക്തിയെക്കാളും ഉറച്ച ഒരു സംരക്ഷണം നിങ്ങൾക്ക് നൽകുന്നൊരു വ്യക്തിയാണ്. ഏത് പ്രതികൂല സാഹചര്യത്തിൽ നിങ്ങളെ സംരക്ഷിച്ച് എല്ലാ പിന്തുണയും നൽകുന്നൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. നിങ്ങളെ വിഷമിപ്പിക്കാൻ ഒട്ടും ഇഷ്ടമില്ല. ഒരുപക്ഷെ ആ വ്യക്തി പ്രവർത്തിക്കുന്ന പ്രവർത്തികൾ നിങ്ങളെ ചിലപ്പോൾ വേദനിപ്പിച്ചേക്കാം. ഇതെന്താണ്, എന്നിൽ ആവശ്യമില്ലാത്ത ഭരണം നടത്തുന്നോ, എന്നെ കൂടുതൽ ഭരിക്കാൻ വരുന്നോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ എല്ലാം നിങ്ങളുടെ സംരക്ഷണത്തിനാണ്. ആ വ്യക്തിക്ക് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാലും പ്രശ്നമില്ല. ഒന്നും പറയാതെ ഒന്നിരിക്കില്ല. പക്ഷേ പറഞ്ഞിട്ടും നിങ്ങൾ കേൾക്കാത്തത് കൊണ്ടോ പറഞ്ഞതുകൊണ്ട് ഫലമില്ല എന്ന് വിചാരിച്ചാണ് മിണ്ടാതിരിക്കുന്നത്. പക്ഷേ ആ വ്യക്തി നിങ്ങൾക്ക് നൽകിയ പിന്തുണയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയോട് നിങ്ങൾ ചോദിക്കുക എന്താ പറയാനുള്ളതെന്ന്. ഒന്നും നിങ്ങൾ ധിക്കരിക്കില്ല. നിങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകി. ഒരുപാട് പ്രതിസന്ധികൾ നിങ്ങൾ അറിഞ്ഞിട്ടില്ല, നിങ്ങളെ ബുദ്ധിമുട്ടുകൾ അറിയിച്ചിട്ടില്ല. അതാണ് ആ വ്യക്തി ചെയ്ത തെറ്റ്. ഒരു കവചിത ആവരണത്തിനുള്ളിലായിരുന്നു നിങ്ങൾ. മാതള നാരങ്ങയുടെ ആ കട്ടിയുള്ള തൊലിക്കുള്ളിൽ അതിലെ ആ ഫലം എങ്ങനെ ഇരുന്നുവോ, എത്രയോ വെയിലും മഴയും കാറ്റും കോളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായപ്പോഴും അതിൽ നിന്നെല്ലാം സംരക്ഷിച്ച് നിങ്ങളുടെ ഒരു സംരക്ഷിത കവചത്തിനുള്ളിൽ ആ വ്യക്തി ഇരുത്തി. ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ജീവിതം തന്നെ തിരിച്ചു. ആ വ്യക്തിയുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടായിരുന്നില്ല. വെറും ഒരു തൊലിയായി മാറി, ഒരു ആവരണമായി മാറി. അത് പിച്ചു ചീന്തി കളയാൻ പോലും പ്രയാസമാണ്. അത്രത്തോളം ആ വ്യക്തി ആഴത്തിലാണ് നിങ്ങളെ സ്നേഹിച്ചത്, നിങ്ങളെ സംരക്ഷിച്ചതും. അതുതന്നെയാണ് ഇവിടെ കാണുന്നതും. നിങ്ങൾക്ക് വേണ്ടി ജീവിച്ച, നിങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടൊരു വ്യക്തി. ആ വ്യക്തിയെ നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ കരയും, മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ പിന്നീട് കരയും. ആ വ്യക്തിയുടെ സ്നേഹത്തെ ഓർത്ത്. ആ വ്യക്തി നിങ്ങൾക്ക് ഒന്നും അവകാശപ്പെടാതെ എന്തൊക്കെയാണ് ചെയ്തു തന്നത്, അതേക്കുറിച്ച് നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ മറ്റൊരിടത്ത് എത്തിച്ചേരുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു പക്ഷേ മനസ്സിലാക്കാൻ കഴിയുക. ആ വ്യക്തി അതൊന്നും ഒരിക്കലും നിങ്ങളോട് പറയില്ല. ജീവിതത്തിൻ്റെ താളം തെറ്റണ്ട എന്ന് കരുതി, ജീവിതത്തിൽ അലോസരങ്ങൾ ഉണ്ടാകണ്ട എന്ന് കരുതി എല്ലാം സഹിക്കുകയാണ്. നിങ്ങൾ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് പലപ്പോഴും വിളിച്ചു പറയുന്നു, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നുള്ളത്. പക്ഷേ ആ വ്യക്തി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പൂർണ്ണമായി സൈലൻ്റ് ആകുകയാണ്, നിശബ്ദമാകുകയാണ്. എന്താണ് അങ്ങനെ നിങ്ങൾക്ക് ആകാൻ കഴിയുന്നത്? ആ വ്യക്തി ചെയ്തതിനെക്കുറിച്ച് ആ വ്യക്തി ചോദ്യം ചെയ്തിട്ടില്ല. പല നിർണായക ഘട്ടങ്ങളിലും നിങ്ങളെ ആ വ്യക്തി സംരക്ഷിക്കാനില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താണ്
എന്താകുമായിരുന്നു എന്നതിനെക്കുറിച്ച് പോലും നിങ്ങൾ ചിന്തിക്കുന്നില്ല. ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചൊരു വ്യക്തിയാണ്. ചിലപ്പോൾ ആ വ്യക്തി എല്ലാ കാര്യത്തെക്കുറിച്ചും കൃത്യമായ അറിവുണ്ടാവണമെന്നില്ല, എല്ലാ ദിശകളെക്കുറിച്ചും ആ വ്യക്തി കൃത്യമായി ഉണ്ടാവണമെന്നില്ല. പക്ഷേ നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിലാക്കുക, ആ വ്യക്തിയെ അറിയുക, ആ വ്യക്തി നിങ്ങളോട് കാണിച്ച സ്നേഹത്തിൻ്റെ ആ വലിയ തോത് എന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾക്ക് വെറുതെ ഇരിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ അത് മനസ്സിലാവില്ല. നിങ്ങളോട് ചില ആളുകൾ പറയും, ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, അതൊക്കെ സർവ്വസാധാരണമല്ലേ. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും അതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കറിയാൻ കഴിയും, നിങ്ങളുടെ നന്മ വിചാരിച്ച് നിഷ്കളങ്കമായി ഒരു കൊച്ചു കുട്ടികൾ പരസ്പരം സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ സ്നേഹിച്ചു. മുമ്പേ തുടങ്ങി സ്നേഹം ഉള്ളതുകൊണ്ട് ഒരുപാട് സ്വപ്നങ്ങൾ പരസ്പരം കണ്ടു. സ്വപ്നങ്ങൾ കാണാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത്, സ്വപ്നങ്ങൾ കാണാൻ നിങ്ങളെ പഠിപ്പിച്ചത്, നിങ്ങളിൽ നന്മയുടെ പ്രണയം ആദ്യമായിട്ട് വിരിയിച്ചത് ആ പഴയ കാലത്തെ ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങളായിരുന്നു. ജീവിതത്തെ തകർന്നു പോകുന്നൊരിടത്തിൽ നിന്നും ഏറ്റവും മൂല്യവത്തായി ആ വ്യക്തി കൊണ്ടുവന്നു. ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോട് പലതും പറയാൻ അവകാശമില്ല എന്നുള്ള രീതിയിലേക്കായിരിക്കുന്നു. ജീവിതത്തിൽ മുന്നോട്ട് പോയത് ആ വ്യക്തിയുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്. ആ വ്യക്തി കഠിനാധ്വാനം ചെയ്ത് ജീവിതത്തെ ബാലൻസ് ചെയ്ത് വിജയത്തിലേക്ക് കൊണ്ടുപോയി. ആ വ്യക്തിയുടെ വിൽ പവറും ആ വ്യക്തിക്ക് സമൂഹം നൽകിയ വിലയും നിങ്ങൾക്ക് പ്രചോദനമായി, നിങ്ങൾക്ക് ശക്തിയായി. അതൊന്നും അറിയാതെ നിങ്ങൾ പോകുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ദുഃഖമുണ്ട്. നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമായിരുന്നു നിങ്ങൾക്കുണ്ടായത്. അവസരങ്ങൾ മുൻപിൽ വന്നിട്ടും നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് നിങ്ങളുടെ പിന്നിൽ നിന്ന് നിങ്ങളെ സഹായിച്ചു, നിങ്ങളെ വിഷമിപ്പിക്കാതെ നിങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എവിടെയാണ് അവിടെ ആ വ്യക്തിയുടെ കൈകളും മനസ്സും നിങ്ങൾക്കൊപ്പം യാത്ര ചെയ്തു. നിങ്ങൾ ദുഃഖിച്ച് ഇരുന്നപ്പോൾ തലോടലായിട്ട് എന്നും ഒപ്പം ഉണ്ടായിരുന്നു. നിങ്ങൾ ഉണർത്താൻ വേണ്ടി ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾ ഉണർന്നു, നിങ്ങൾ വിജയിച്ചു. നിങ്ങൾക്ക് എപ്പോഴും പ്രചോദനമായി. നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് വേദന ഉണ്ടെങ്കിലും എന്ത് ദുഃഖമുണ്ടെങ്കിലും സമാധാനത്തിൻ്റെ ഒരു വലിയ വസന്തം തന്നെ നിങ്ങൾ സൃഷ്ടിച്ചു. തണുപ്പിൽ നിങ്ങൾക്ക് ചൂട് പകർന്നു, ചൂടിൽ നിങ്ങൾക്ക് കുളിർക്കാറ്റ് പകർന്നു. അങ്ങനെ പ്രതീക്ഷ എപ്പോഴും നിങ്ങൾക്ക് സമ്മാനിച്ചു. നിങ്ങൾക്ക് എന്താണോ ഇല്ലാത്തത്, എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ ദുഃഖിച്ചത്, അത് നിങ്ങൾക്ക് നൽകാനായിട്ട് ആഗ്രഹിച്ചു. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തിരിച്ച് നോക്കാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ എല്ലാ പിന്തുണയും. ഒരു വെല്ലുവിളിയും നിങ്ങൾ അറിഞ്ഞിട്ടില്ല. സത്യത്തിൽ നിങ്ങൾ അറിയാത്തതിൻ്റെ ദുഃഖമാണ്. പല പ്രതിസന്ധികളും ആ വ്യക്തി എങ്ങനെ നിങ്ങളെ സംരക്ഷിച്ചു എന്നുള്ളതും നിങ്ങൾ അറിഞ്ഞില്ല. നിങ്ങൾ നിങ്ങളുടേതായൊരു ലോകത്തായിരുന്നു. അവിടെ നിങ്ങൾക്ക് വളരെ കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. നിങ്ങൾ പെട്ടെന്ന് വൈകാരികമായി പ്രതികരിക്കുകയും നിങ്ങൾ മൂഡ് അപ്പോൾ പലതായിട്ട് മാറുകയും ഇമോഷണലായിട്ട് മാറുകയൊക്കെ ചെയ്തു. പ്രണയത്തിന് പോലും തടസ്സങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ക്ഷമിച്ചും സഹിച്ചും മറികടന്നും നിങ്ങൾക്കൊപ്പം ആ വ്യക്തി നിലകൊണ്ടു. വിജയത്തിലേക്ക് നിങ്ങളെ നയിച്ചു, നിങ്ങളെ വിശ്വസിച്ചു. ആരും നിങ്ങളെ വിശ്വസിക്കാത്ത സമയത്ത് നിങ്ങളെ വിശ്വസിച്ചു. ഇപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ആളുകൾ വന്നിരിക്കുന്നത് നിങ്ങളെ വിശ്വസിക്കാനും. നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് കണ്ടപ്പോൾ, നിങ്ങൾ മുന്നോട്ട് പോയി എന്ന് കണ്ടപ്പോഴാണ് ആളുകൾ വന്നിരിക്കുന്നത്. അതിനു മുമ്പ് ആ വ്യക്തി മാത്രമായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത്. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പൂക്കൾ ചുറ്റും ഉള്ള ഒരു സ്വർഗീയ വീതിയാണ്, അല്ലെങ്കിൽ വിജയം ഉറപ്പുള്ളൊരു വീതിയാണ്. പക്ഷേ നിങ്ങളുടെ മുമ്പിൽ ഒരു വഴി പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ നിങ്ങൾക്കൊപ്പം നിലകൊണ്ട ആ വ്യക്തിയെ നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല. നിങ്ങൾക്ക് ബുദ്ധി പകർന്നു തന്നു, നിങ്ങളുടെ ഫ്യൂച്ചറിനെക്കുറിച്ചും കരിയറിനെക്കുറിച്ചും നിങ്ങൾക്ക് പ്രചോദനം നൽകി. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ഇല്ലായിരുന്നു അതെല്ലാം നിങ്ങൾക്ക് നൽകി. പുഞ്ചിരിക്കുന്നൊരു മുഖം നിങ്ങൾക്ക് സമ്മാനിച്ചു, പുഞ്ചിരിക്കാൻ ഉള്ളൊരവസ്ഥ നിങ്ങൾക്ക് സമ്മാനിച്ചു. നിങ്ങൾ പുഞ്ചിരിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് ഓടി വന്നു അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് എടുക്കാനായിട്ട്. പക്ഷേ ആ വ്യക്തിയുടെ ജീവിതം നിങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു. കഠിനാധ്വാനം ചെയ്ത്, പരിധിയില്ലാതെ കഠിനാധ്വാനം ചെയ്ത് ജീവിതത്തെ ബാലൻസ് ചെയ്തു. ആ വ്യക്തി മുറുക്കെ പിടിച്ചു. അതിൻ്റെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോഴും ആ വ്യക്തിയിലുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതാണ്. ആ വ്യക്തിയുടെ ഹൃദയത്തെ വേദനിപ്പിക്കാൻ പാടില്ല. ആ വ്യക്തിക്ക് നിങ്ങളോട് എന്തും പറയാനുള്ള അവകാശം നിങ്ങൾ നൽകണം.
നിങ്ങൾക്ക് നന്മയുണ്ടാകട്ടെ, ആ വ്യക്തിക്ക് നന്മയുണ്ടാകട്ടെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.